ഹാരിസൺസിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ. ഹാരിസൺസ് ഇതിന് തൊട്ട് അടുത്തല്ലേ? പ്രിയദർശിനി അല്ല, ഹാരിസൺസ് ഇതിന്റെ അപ്പുറത്താണ്. സഹോദരന്മാരെ ആന മെഞ്ഞാന്ന് കുളത്തിൽ വീണ് അതിനെ രക്ഷിക്കാൻ എത്ര ആൾക്കാരാ? മനുഷ്യൻ മരിച്ചാൽ ആരെങ്കിലും ഉണ്ടാ? ഇല്ല. ഇപ്പൊ അതാ ഇന്നലെ ഈ സമയത്തൊക്കെ കിടക്കണം, ഇന്നിപ്പോ അതാ പായിൽ പോയിട്ട് കിടക്കുന്നു. അല്ല അവര് കാപ്പി തൊഴിലാളിയെ വേറെ പുറത്തുനിന്ന് എടുക്കുന്നു. അയ്യോ, കടുവ ഞങ്ങളെ എസ്റ്റേറ്റിലൊക്കെ ഉണ്ട്. അമ്മയും മക്കളൊക്കെ കൂടെ ഇറങ്ങി വരുന്നുണ്ട്. ഞങ്ങൾ എന്താ ചെയ്യാ? ഞങ്ങൾക്ക് പണിയെടുക്കണ്ടേ, ജീവിക്കാൻ വേണ്ടി. ഒരു ചാനൽ വയറിന് വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ ഈ കഷ്ടപ്പെടുന്നത്. നിങ്ങൾ ജോലി ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഇങ്ങോട്ട് വന്ന പരിസരം ഇങ്ങോട്ട് വന്ന ഞങ്ങൾ മൊത്തം പണിയിൽ നിർത്തിയിട്ട് വന്നതാ. സഹോദരിമാൻ പോലത്തെ ആളെ കാണാൻ വേണ്ടി വന്നത്. ഇന്ന് അവർക്ക് നാളെ ആർക്ക് സംഭവിക്കുമെന്ന് പറയാൻ പറ്റൂല. അപ്പൊ ഇതിനൊരു തീരുമാനം സർക്കാർ എടുത്തിരിക്കണം. തോട്ടത്ത് ജോലി ചെയ്യുമ്പോ ഇങ്ങനെയുള്ള ആക്രമണം ഉണ്ടായേക്കാമെന്നുള്ള പേടിയല്ലേ? പേടി എല്ലാവർക്കും പേടി തന്നെ. ഞങ്ങൾ അവരെപ്പോലെ എല്ലാവർക്കും പേടി. ആനുണ്ട്. ആനപ്പോ മെഞ്ഞാന്ന് കാട്ടുകൂടിയൊക്കെ ഞങ്ങൾ വരുമ്പോഴത്തേക്ക് പോയി. കാട്ടിപ്പോത്ത് ഇന്നിപ്പോ ഒരു പെണ്ണൊരു തലനേരെ അലക്കാണ് രക്ഷപ്പെട്ടത്. അതിലെ പോയി 25 അടി താഴ്ചയുള്ള ഒരു കിണറ്റിൽ ആന വീണ് ഏതൊരു സ്ഥലത്ത് മലപ്പുറം ആ ഭാഗത്ത്. ആ ആനനെ രക്ഷപ്പെടുത്തി, JCB വെച്ച് മാന്തി രക്ഷപ്പെടുത്തി. അതൊരു മനുഷ്യജീവനാണെങ്കിൽ പോയി. ഇപ്പോ വനവകുപ്പ് മന്ത്രിയും സർക്കാരൊക്കെ ഇത് എത്രയും പെട്ടെന്ന് കടുവയെ പിടികൂടുന്ന ഒരു ഉറപ്പ് നൽകി. പിടികൂടണം. ഇനി മറ്റുള്ളവർക്ക് ഇത് വരരുത്. ഇന്ന് അവര് പോയി നാളെ മറ്റൊരാൾക്ക് ഇതേപോലെ സംഭവിക്കരുത്. അതിനുള്ളത് നടത്തി തരണമെന്ന് സർക്കാരിനോട് നമ്മൾ അപേക്ഷിക്കുന്നത്.